സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് വീട്ടുകാരെല്ലാം കൂടെ വന്ന അവസ്ഥയായി. ഹലോ ഗൈസ്, അഫ്സലാണ്. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ അത്ത ചോദിച്ചു, മോനെ നിനക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് വീട്ടിൽ ഇരിക്കുമല്ലേ, നമുക്ക് കൊല്ലം വരെ ഒന്ന് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ സായമിച്ച് ഇതാ ഉറങ്ങി ഗൈസ്. ഇത്രയും നേരം അത്തച്ചി കൊണ്ട് സപ്പോർട്ട് ഇരുന്ന് സായമിച്ച് പെട്ടെന്ന് ഉറങ്ങി. അപ്പോഴത്തച്ചി പറയുന്നത് നമുക്ക് ഉമ്മച്ചിക്ക് ഒരു ചായ മേടിച്ച് കൊടുക്കാമെന്ന്. അങ്ങനെ കൊല്ലം കൊട്ടാരക്കര റൂട്ടിലെ കേരളപുരം എന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അടിപൊളി ചായക്കട ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കയറി ചായ കുടിച്ച്. അവിടെ സാധാരണ പരിപ്പുവട ഉഴുന്നുവട മാത്രമൊന്നുമല്ല, നമ്മുടെ ബ്രെഡ് ഷവർമ, ചിക്കൻ റോള്, ഉന്നക്കായ അങ്ങനത്തെ എല്ലാം കിട്ടും കഴിച്ചു. ബ്രെഡ് ഷവർമയും തിന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ തൊട്ട് ഇവരുടെ തൊട്ട് ചെല്ലുന്നത്. ഇവരൊക്കെ വായോ നമ്മളെ തിന്ന് പറഞ്ഞ് നിൽക്കുന്ന ഓട്ടായി. അപ്പോൾ സാധാ കടികളും മാത്രമല്ല, സ്പെഷ്യൽ കടികൾ ഉൾപ്പെടെ എല്ലാ കടികളുണ്ട്. സാധാ കടിക്ക് 10 റുപ്യ, സ്പെഷ്യൽ കടിക്ക് 20 റുപ്യാണ് അവിടുത്തെ റേറ്റ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അനിയൻകൂട്ടൻ താവന്നിരുന്ന് ചിക്കൻ റോള് സോസ് കൂട്ടി അടിക്കുന്നത്. അത്തച്ചി അപ്പുറത്ത് നല്ല അടിയാണ്. നമ്മളൊരു കോഫിയും കുടിച്ച് നല്ല ചിരിയും പാസ്സാക്കി അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ എപ്പോഴും ഫ്രണ്ട് സീറ്റി മാത്രം ഇരിക്കുന്നത്. എൻ്റെ നോട്ടം പോയപ്പോൾ അനിയൻകൂട്ടൻ കയറി ഫ്രണ്ട് സീറ്റി ഇരുന്നത്. അപ്പോൾ ഞാൻ സായമ്മച്ചും ബാക്കി ഇരുന്ന് ഞങ്ങൾ അവിടെ നോക്കുമ്പോൾ അനിയൻകൂട്ടത്തെ സീറ്റ് ബെൽറ്റ് അങ്ങനെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് നോക്കി കുറച്ച് നേരം ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത്തച്ചി പറയുന്നത്, മോനെ നമുക്ക് കുറച്ച് ക്യാഷ്യൂസ് വാങ്ങാതെ. അങ്ങനെ അടുത്തുള്ളൊരു കടയിൽ കയറി നമ്മൾ കുറച്ച് ക്യാഷ്യൂസ് വാങ്ങിയിട്ട് ഗൈസ്. നമ്മൾ ഈ ക്യാഷ്യൂസ് വാങ്ങാൻ കയറിയത് ഹൈനട്ട് എന്ന് പറയുന്ന കടയിലാണ്. എറണാകുളം കഴിഞ്ഞിട്ട് ഒരു 2-3 കിലോമീറ്റർ ഉള്ളൂ ഈ കടയിലോട്ട്. കയറുമ്പോൾ തന്നെ നമ്മളെ ഞെട്ടിച്ച് കുറേ പേര് ചില്ലും കൂട്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭംഗിയൊക്കെ ഞാൻ കുറേശ്ശെ ആസ്വദിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് അത്തച്ചി പറഞ്ഞത് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതാ ഈ അണ്ടിപ്പരിപ്പ് മതി എന്ന് പറഞ്ഞ് ഞാൻ നിന്ന്. അങ്ങനെ അതും വാങ്ങിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ബീച്ചുണ്ടാകുമ്പോൾ അനിയൻകൂട്ടം പറഞ്ഞു അത്തച്ചി നമുക്ക് ഇവിടെ ഇറങ്ങാമെന്ന്. അപ്പോൾ അത്തച്ചി പറഞ്ഞു വേണ്ട മോനെ ഇപ്പോൾ ഇറങ്ങാണ്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് ഇറങ്ങാമെന്ന്. അപ്പോൾ നമ്മൾ നേരെ പോയപ്പോൾ വാടിക്കാട്ടാ. ഞാൻ ബാക്കിയിരുന്ന് ബീച്ചിൻ്റെ കുറച്ച് വ്യൂ ഒക്കെ ആസ്വദിക്കാൻ നമ്മൾ വാടി എത്താറായിട്ടാണ്. വാടി എത്താറായപ്പോൾ കുറേ പരുന്ന് ചുറ്റും പറക്കുന്നുണ്ട്. കടൽ മാത്രമല്ല, കായലും കാണാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് നേരം കായൽ നോക്കിയിരുന്ന്. അപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. കടലും കായലും ഒന്നിക്കുന്ന സ്ഥലം പോലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളവിടെ എത്തിയപ്പോൾ 100,000 ആൾക്കാർ അവിടെ പ്രസൻറ്റ് വിളിച്ചിട്ട് നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവരെയൊക്കെ നോക്കിക്കുമ്പോഴാണ് സൈഡിലോട്ട് എൻ്റെ നോട്ടം പോയത്. അവിടെ കുറേ മീൻ നിലത്തിട്ടിട്ടുണ്ട്. എന്തിനാവൻ നിലത്തിട്ടിരുന്നത് എനിക്കറിയില്ല. എന്തായാലും അതിൻ്റെ മേലെ ഐസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ മേടിച്ച് എന്തായാലും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കേണ്ടത് മസ്റ്റാണ് ഗൈസ്, ഒന്നും പറയണ്ട. ഇനി നമ്മൾ കുറച്ച് നേരം പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ സൺസെറ്റിന് ഈ വ്യൂ നമ്മൾ കണ്ടത്. അവിടുത്തെ കാട്ടി നല്ല രസമാണ് ഇവിടുത്തെ വന്ന് വ്യൂ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് കുറച്ച് മാമന്മാർ മീനെ കൊണ്ടുവരുന്നുണ്ടത്. ഇതാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടത്, താഴെ കിടന്ന മീനിട്ടാ. ഞാൻ പതുക്കെ അവരുടെ പുറകെ കയറി ഇത് എങ്ങനെയാണ് ലേലം വിളിച്ച് കൊടുക്കുന്നത് അറിയാനായിട്ട്. പക്ഷേ ഒരു രക്ഷയില്ല, നമ്മളെ കൊണ്ട് അവിടെ 7 അല്ലത് പോലും എത്താൻ പറ്റിയിട്ടില്ല. ഈ സങ്കടപ്പെട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് ഒരു ബോട്ട് വരുന്നത് നമ്മളുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചി പറഞ്ഞാൽ ഈ ബോട്ടിൽ വരുന്ന സംഭവം എന്തായാലും നമ്മൾ മേടിച്ച പറ്റുള്ളൂ ഈ മീൻ. ചേച്ചി പിന്നെ ഒന്നും നോക്കിയില്ല, ആ മീൻ ഇങ്ങനെ വാങ്ങിച്ചിട്ട് വന്നു. എനിക്ക് ഹാപ്പി, അത്തച്ചു ഹാപ്പി. അങ്ങനെ മീനും മേടിച്ച് അവിടുത്തെ പണി ഇറങ്ങിക്കൊണ്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകാനുള്ള അടുത്ത പരിപാടി. സമയം ഏകദേശം 6 മണി 7 മണിയായെന്ന് തോന്നുന്നു. നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടപ്പോൾ അതിൽ ഇരുട്ടായി. അങ്ങനെ നമ്മൾ എന്തായാലും നേരെ വന്ന് ബീച്ചിൽ കയറി എന്താണ് ഫസ്റ്റ് പരിപാടി, നേരെ ഐസ്ക്രീം വാങ്ങണം. അങ്ങനെ സായിമിച്ച് അത്തച്ചിയും കുക്കും കൂടെ നേരെ പോയി ഐസ്ക്രീം കടയിൽ കയറി. അപ്പോൾ കുക്കുമ്മൻ ഏതൊക്കെ ഐസ്ക്രീം പറയുന്നുണ്ട്, ചെങ്ങായിക്ക് മനസ്സിലാവണല്ലോ, ഓന് മനസ്സിലാവണില്ല. അത് കഴിഞ്ഞിട്ട് പുള്ളിയും ചിരിക്കുന്നുണ്ട്, അത്തച്ചിയും ചിരിക്കുന്നുണ്ട്, ഉമ്മച്ചും ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കയറിയല്ലോ, നമ്മളൊരു ചോക്കോബാറും കൂടെ മേടിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം കണ്ടത് ഗൈസ്. അത്തച്ചി ബാക്കിൽ കാലായിട്ടിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ സമയം 8-9 മണിയായിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മുടെ ചാമക്കടയിലെ നമ്മുടെ ഹോട്ടൽ ചിക്കൻ പ്ലസിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്നത്. ഇവിടുത്തെ ചിക്കനും പൊറോട്ടയും സൂപ്പറാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ നേരെ പൊറോട്ടയിൽ തന്നെയാണ് മേടിച്ചത്. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ഭംഗിയെ ആസ്വദിച്ചിരിക്കുമ്പോൾ എനിക്ക് പിന്നെ കൺട്രോൾ ഇട്ടത് നമ്മൾ നേരെ കഴിക്കാൻ കയറി. ആ ഒരു പീസ് പൊറോട്ട എടുത്തിട്ട് ആ ചാലോട്ട് കുറച്ച് മുക്കിയിട്ട് ആ ചിക്കൻ ഫ്രൈയുടെ ഒരു പീസ് കഷ്ണം എടുത്ത് കിട്ടുന്ന ഒരു സുഖം ഹൈവ. അങ്ങനെ ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ബാക്കി നാളെട്ടാ.